പാകിസ്ഥാന്റെ വെല്ലുവിളി അവസാനിപ്പിച്ചുകൊണ്ട് ഏഷ്യാകപ്പ് കിരീടം ടീം ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ഏഷ്യാകപ്പ് കിരീടം സമ്മാനദാന ചടങ്ങിൽ വെച്ച് ഇന്ത്യക്ക് നൽകിയില്ലെന്നുള്ള വെളിപ്പെടുത്തലുമായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് രംഗത്തെത്തിയിരുന്നു. ചാമ്പ്യന്മാരായ ടീമിന് ട്രോഫി നൽകാതിരുന്നത് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ ശേഷമുള്ള ആദ്യ അനുഭവമാണെന്നാണ് സൂര്യ ഇന്നലെ പ്രതികരിച്ചത്. ഇന്ത്യൻ ടീം യഥാർത്ഥ ട്രോഫി അറിയിച്ചിരുന്നു. അതേസമയം യഥാർത്ഥ ട്രോഫി ടീം അംഗങ്ങളും സപ്പോർട്ടിംഗ് സ്റ്റാഫുമാണെന്നാണ് സൂര്യകുമാർ യാദവ് പറഞ്ഞത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ തലവനുമായ മോഹ്സിൻ നഖ്വിയിൽ നിന്ന് ഏഷ്യാകപ്പ് ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യ വിസമ്മതിച്ചിരുന്നു. മറ്റാരെങ്കിലും ട്രോഫി കൈമാറണമെന്നുള്ള ടീം ഇന്ത്യയുടെ ആവശ്യം മാനേജ്മെന്റ് നിരസിക്കുക തന്നെയായിരുന്നു. തനിക്ക് ഈ മത്സരത്തിൽ നിന്ന് ലഭിച്ച മാച്ച് ഫീ പൂർണ്ണമായും ഇന്ത്യൻ സേനയ്ക്ക് നൽകുമെന്നാണ് സൂര്യകുമാർ യാദവ് മത്സരശേഷം വ്യക്തമാക്കിയത്. ഒരു ടീം എന്നുള്ള സാഹചര്യത്തിൽ ഏത് തകർച്ചയിൽ നിന്നും തങ്ങൾക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കാനായി സാധിക്കുമെന്നുള്ള ഒരു തെളിവായാണ് ഫൈനൽ മത്സരം മാറിയത്. മത്സരം കൈവിട്ട് പോയ സ്ഥലത്ത് നിന്നാണ് ഭംഗിയായി തന്നെ തങ്ങൾ മത്സരം തിരികെ പിടിച്ചത്. തിലക് വർമ്മയുടെ സ്ട്രോങ് ഇന്നിംഗ്സ് തന്നെയാണ് വിജയത്തിന്റെ അടിസ്ഥാനമായി മാറിയത്. എന്നിരുന്നാലും ഒരാളിലേക്ക് മാത്രമായി വിജയത്തിന്റെ ക്രെഡിറ്റ് ചുരുക്കാനായി താൻ ഉദ്ദേശിക്കുന്നില്ല. ഗ്രൂപ്പ് ഘട്ടം മുതൽ സൂപ്പർ 4 മുതൽ ഫൈനൽ വരെ കളിച്ച 11 താരങ്ങളുടെയും എഫേർട്ടിന്റെ ഫലം തന്നെയാണ് ഈ ഒരു കപ്പ് തങ്ങൾക്ക് നേടാനായി സാധിച്ചത്. തീർച്ചയായിട്ടും T20 ലോകകപ്പ് തന്നെയാണ് അടുത്തതായി ലക്ഷ്യം വെക്കുന്നത് എന്നും ഈ ടീമിൽ തങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട് എന്നുമാണ് മത്സരശേഷം സൂര്യകുമാർ യാദവ് പറഞ്ഞത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.